മമ്മൂട്ടി വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയെ സ്പീക്കർ ഫോണിൽ കേൾപ്പിച്ചു. വിശ്വസ്തന്റെ ചതിയിൽ മമ്മൂട്ടിക്ക് രാജ്യസഭാ സീറ്റ് നഷ്ടമായി. ചെറിയാൻ ഫിലിപ്പ് 2 മാസം മുമ്പ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത് സത്യമാകുമോ? ആലപ്പി അഷ്റഫിന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടി രാഷ്ട്രീയ സിനിമാ ലോകം. മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന വ്യക്തിയാണ്. കൈരളി ചാനൽ സ്ഥാപിതമായതു മുതൽ ചെയർമാൻ സ്ഥാനത്തുള്ള മമ്മൂട്ടി ഭാവിയിൽ CPIM-ലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയേക്കാം എന്നുള്ള സൂചന പലപ്പോഴായി വരികയും ചെയ്തിരുന്നു. സുരേഷ് ഗോപി BJP-യിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയും തൃശൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തപ്പോൾ മമ്മൂട്ടി ഇടതുപക്ഷ അനുഭാവി എന്നതിൽ കവിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. മത്സര രംഗത്തേക്ക് താൽപര്യം കാണിക്കാതിരുന്ന മമ്മൂട്ടി സിനിമാ തിരക്കുകൾക്കിടയിൽ തനിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റ് ആഗ്രഹിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് മമ്മൂട്ടിയോട് പ്രത്യേക വാത്സല്യവും ഇഷ്ടവും ഉള്ളതിനാൽ രാജ്യസഭാ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വലുതായിരുന്നു. മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ പക്ഷേ പാർട്ടിയിലെ ചിലർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മമ്മൂട്ടി കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതർ പാർട്ടിക്കുള്ളിലുണ്ട്. ഇവരിൽ ഒരാൾ രാജ്യസഭാ സീറ്റ് ചർച്ച ചൂടുപിടിച്ച കാലത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി. അവിടെ മമ്മൂട്ടി കൂടി അഭിപ്രായം പറയേണ്ട ഒരു പ്രധാന വിഷയം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമ്പോൾ ആ സ്നേഹിതൻ മമ്മൂട്ടിയെ ഫോണിൽ വിളിച്ചു. മുഖ്യമന്ത്രി മുന്നിലിരിക്കുന്ന വിവരം അറിയിക്കാതെയാണ് സംസാരം ആരംഭിച്ചത്. മമ്മൂട്ടി ആ വിഷയത്തിൽ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നു. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്നേഹിതൻ ഫോൺ സംഭാഷണം സ്പീക്കർ മോഡിലേക്ക് മാറ്റി. ഇതൊന്നും അറിയാതെ മമ്മൂട്ടി മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സംസാരം തുടർന്നു. അത് കേട്ട് മുഖ്യമന്ത്രിയുടെ മുഖം മാറി. മമ്മൂട്ടിയുടെ ഫോൺ സംഭാഷണം കേട്ട മുഖ്യമന്ത്രി പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. ആ സ്നേഹിതൻ പദ്ധതിയിട്ട കാര്യം ഭംഗിയായി നിർവഹിച്ചതിന്റെ സന്തോഷത്തിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നിന്ന് മടങ്ങി. പിന്നീട് ഈ വിവരം മമ്മൂട്ടി അറിയുകയും താൻ വിശ്വസിച്ച സ്നേഹിതൻ തന്നെ ചതിച്ചുവെന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യം പറയാൻ ക്ലിഫ് ഹൗസിലെത്തി. എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വന്നതെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ നീരസം മാറ്റുവാൻ മമ്മൂട്ടി ശ്രമിച്ചു. ഈ വിവരങ്ങളെല്ലാം പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണെന്ന് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. 2 മാസം മുമ്പ് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് മമ്മൂട്ടി CPM ബന്ധം ഉപേക്ഷിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പാർട്ടി മാന്യമായ പരിഗണന നൽകാത്തതിൽ അതൃപ്തനായ മമ്മൂട്ടി കൈരളി TV ചെയർമാൻ സ്ഥാനവും ഉടൻ ഒഴിയുമെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. ഇപ്പോൾ ആലപ്പി അഷ്റഫ് നടത്തിയ വെളിപ്പെടുത്തൽ 2 മാസം മുമ്പ് ചെറിയാൻ ഫിലിപ്പ് നടത്തിയ വെളിപ്പെടുത്തലുമായി തട്ടിച്ചു നോക്കുകയാണ് രാഷ്ട്രീയ കേരളം. 1/4 നൂറ്റാണ്ടിലേറെയായി CPM തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല. ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് CPM ബന്ധത്തിന്റെ പേരിലാണ്. സാഹിത്യം, സിനിമ, കലാരംഗങ്ങളിൽ CPM സഹയാത്രികനായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ്. പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു. MLA-മാരായിരുന്ന മഞ്ഞളാംകുഴി അലി, അൽഫോൺസ് കണ്ടന്നാനം എന്നിവർ CPM ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണെന്നും മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും BJP-യിൽ ചേർന്ന അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായെന്നും ചെറിയാൻ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ആലപ്പി അഷ്റഫ് മമ്മൂട്ടിയുടെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും നടത്തി വിവാദത്തിലായ ആലപ്പി അഷ്റഫിനെതിരെ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും മുഖ്യമന്ത്രിയും CPM-മായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ ആലപ്പി അഷ്റഫിന് പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്.